അതായത് ജാതകം എന്ന് പറയുന്നത് നമ്മൾ തലക്കുറി എന്ന് പറയും. ജാതകത്തിൻ്റെ ആദ്യം തന്നെ നമ്മൾ എഴുതുന്ന ജനനീ ജന്മസൗഖ്യാന വർദ്ധതി കുലസമ്പത പദവി പൂർവ്വ പുണ്യാന. അതായത് പൂർവ്വ പുണ്യത്തിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ കർമ്മഫലങ്ങളെല്ലാം വരുന്നതെന്നാണ് ജാതകത്തിൽ ആദ്യം തന്നെ ലിഖ്യതേ ജന്മപത്രിക. ഇങ്ങനെയാണ് നമ്മൾ എഴുതാറ്. 7 ജന്മങ്ങളുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ. അല്ല, 7 പല ജന്മങ്ങളുണ്ടാവാം, നമുക്ക് അതിനെപ്പറ്റിയല്ല. അപ്പം ഈ പറഞ്ഞതുപോലെ നമ്മുടെ പൂർവ്വ പുണ്യത്തിൽ നിന്ന്, നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നാണ് നമുക്ക് ഫലം ഉണ്ടാവുന്നത് എന്നാണ് ഇപ്പം നമുക്ക് പറയാമല്ലോ. നമ്മൾ ഇന്ന് ചെയ്യുന്നതാണ് നമുക്ക് നാളെ ഫലം ഉണ്ടാവുക. അത് ബേസിക്കായിട്ട് നമ്മുടെ ജീവിതത്തിലായിരുന്നാലുള്ള തോട്ടാണ്. അതിനെ വിപുലീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഇന്നുണ്ടാവുന്ന ഒരു കാരണത്തിന് അല്ലെങ്കിൽ ഒരു കാര്യത്തിന് ഒരു കാരണം ഉണ്ടാവും. ആ ഒരു തോട്ടാണ് ബേസിക്കലി. പിന്നെ ഇത് വളരെ കാലങ്ങളായിട്ട് മനുഷ്യൻ മനസ്സിലാക്കി വരുന്നൊരു കാര്യമാണ്. മനുഷ്യൻ്റെ ബോധമണ്ഡലത്തിലൂടെ ഡെവലപ്പായി വന്ന കാര്യങ്ങളാണ് പല വിശ്വാസങ്ങളും. അങ്ങനെ സത്യമല്ലാത്ത കാര്യങ്ങളെല്ലാം കാലക്രമേണ വിട്ടു പോകുന്നുണ്ട്, ഇന്ന് കാലത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ജനന സമയത്തിലോട്ട് വരികയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് ലൈഫിൽ വരുന്നത്? ജനനസമയം എന്ന് പറയുമ്പോൾ നമ്മുടെ ജനനസമയം മാത്രമല്ല, ജ്യോതിഷത്തിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായിട്ട് സമയമാണ് എല്ലാം. പ്രധാനമായിട്ട് കാലഗണനയ്ക്കാണ് ജ്യോതിഷം ഉപയോഗിക്കുന്നത്. ജ്യോതിഷം എന്ന് പറയുന്നത് വേദത്തിൻ്റെ 6 അംഗങ്ങളിൽ ഒന്നാണ്. അതിനെ കണ്ണായിട്ടാണ് ജ്യോതിഷത്തിനെ പറയുന്നത്. അപ്പോൾ ജ്യോതിഷം കൊണ്ടാണ് പല കാര്യങ്ങളും നമ്മൾ ഭാവി ഭൂതം വർത്തമാനം, ഒരു വ്യക്തിയെ ബേസ് ചെയ്തിട്ടുള്ളതല്ല ജ്യോതിഷം. ജ്യോതിഷം പ്രധാനമായിട്ടും ഗ്രഹങ്ങളുടെ സ്ഥിതിയും ഒക്കെ മനസ്സിലാക്കി, കാലാവസ്ഥ, ഭൂമിയുടെ പ്രത്യേകതകൾ, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ജ്യോതിഷം ഉപയോഗിച്ച് വന്നിരുന്നത്. അപ്പം സ്ഥൂലം തന്നെയാണ് സൂക്ഷ്മം എന്നുള്ളൊരു തത്വത്തിൽ നിന്ന് എത്ര വലിയ സംഭവത്തിനെയും ഒരു ചെറിയ ഇതിലേക്ക് നമുക്കിപ്പം എല്ലാ വലിയ വസ്തുക്കളെയും ആറ്റം എന്നുള്ളൊരു സാധനത്തിലേക്ക് ചുരുക്കുന്നത് പോലെ നമുക്ക് രാജ്യത്തിൻ്റെ കാര്യത്തിനെയും നമുക്ക് ജ്യോതിഷം കൊണ്ട് എടുക്കാം. പ്രകൃതിയുടെയും ഭൂമിയുടെയും ബ്രഹ്മാണ്ടത്തിൻ്റെയും വരെ നമുക്ക് കണക്കുകളിലൂടെ എത്തിക്കാമെന്നുള്ളതാണ് ജ്യോതിഷത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൽ തന്നെ ജാതകം, പ്രശ്നം, നിമിത്തം, ഗോളം, ഇങ്ങനെ ഗണിതം, ഇതെല്ലാം ജ്യോതിഷത്തിൻ്റെ ഭാഗങ്ങളാണ്. അല്ലാതെ ഈ നമ്മുടെ ജാതകം മാത്രമല്ല ജ്യോതിഷത്തിൽ വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പഞ്ചാംഗമാണ് ഒരാളുടെ ജാതകത്തിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരാളുടെ വ്യക്തികളിലേക്ക് കേന്ദ്രീകരിച്ചു കഴിഞ്ഞാൽ പഞ്ചാംഗം എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം ദിനമാണ്. ദിനം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ദിവസങ്ങൾ. അപ്പം ഞായറാഴ്ച എന്ന് പറയുന്നത് സൂര്യൻ്റെ ദിവസം സൺഡേ, ചന്ദ്രൻ്റെ ദിവസം തിങ്കൾ, മൺഡേ. അപ്പോൾ ഇതൊക്കെ യൂറോപ്പിൽ തന്നെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പം അതിനനുസരിച്ച് തന്നെയാണ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നത്. എല്ലാ നാട്ടിലും ഇതുണ്ട് എന്ന് സാരം.